ഇന്ന് നമ്മുടെ ലോകത്ത് ഇന്റർനെറ്റിനെ കുറിച്ച് അറിയാത്തവരോ കേൾക്കാത്തവരോ ഉപയോഗിക്കാത്തവരോ ആയി ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഇന്റർനെറ്റിന് മറ്റേതൊരു വസ്തുവിനെ പോലെയും ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്റർനെറ്റിനത് ഒരു ലോലിപോപ്പ് പോലെയാണെങ്കിൽ നമുക്ക് അറിയുന്നത് അതിലെ ലോലിപോപ്പ് പോലെയും നമുക്ക് അറിയാത്തത് അതിലെ സ്റ്റിക്ക് പോലെയുമാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റിന്റെ നമുക്കറിയാത്ത മറ്റൊരു മുഖത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്റർനെറ്റിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം: സർഫസ് വെബ്, ഡീപ് വെബ്, ഡാർക്ക് വെബ്. വെറും ഒരു സെക്കൻഡിൽ ഇൻസ്റ്റയിൽ 1000 ഫോട്ടോസ് അപ്ലോഡ് ആവുന്നു, 70,000 പേർ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, 1,00,000 വീഡിയോസ് യൂട്യൂബിൽ പ്ലേ ആകുന്നു. ഇതെല്ലാം ഇന്റർനെറ്റിന്റെ സർഫസ് ഫേസ് ആണ്. എന്നാൽ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണമുണ്ടെന്നും അയാൾ അവസാനമായി ആരോടാണ് ചാറ്റ് ചെയ്തതെന്നും എന്നിങ്ങനെ നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് സേവ് ചെയ്തു വെക്കുന്ന എല്ലാ ഡാറ്റാസും ഡീപ് വെബിലാണ് ഉണ്ടാവുക. മറിച്ച് ഡീപ് വെബിൽ നിന്നും ഡീപ്പായി പോയാൽ താൻ ആരാണെന്ന ഐഡന്റിറ്റി മറച്ചുവെച്ച് സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവർ ഏത് രാജ്യത്താണെന്നോ അവരുടെ കമ്പ്യൂട്ടർ എവിടെയാണെന്നോ അറിയാതെ മനുഷ്യന്മാർ വെറും നിക്നെയിമും നമ്പേഴ്സും മാത്രമായുള്ള ഇന്റർനെറ്റിന്റെ മറ്റൊരു പാർട്ടാണ് ഡാർക്ക് വെബ്. ഡാർക്ക് വെബിൽ എന്ത് ക്രൈംസും ചെയ്യാം. മനുഷ്യന്മാർ എന്തെല്ലാം തെറ്റുകൾ ചെയ്താൽ പോലീസ് പിടിച്ച് ജയിലിലിടുമോ അതെല്ലാം നമുക്ക് ഡാർക്ക് വെബിൽ ചെയ്യാൻ സാധിക്കും. എന്തെന്നാൽ അത് ചെയ്തത് ആരാണെന്നും എവിടെ നിന്നാണെന്നും ആർക്കും കണ്ടെത്താനാവില്ല. ഡാർക്ക് വെബിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരേ ഒരു മാർഗമാണ് ടോർ ബ്രൗസർ, ദ ഒനിയൻ റൗട്ടർ. ഇതിന് ഈ പേര് നൽകാൻ കാരണമെന്തെന്നാൽ ഒരു ഒനിയൻ എടുത്ത് പകുതി മുറിച്ചാൽ അതിനുള്ളിൽ നിരവധി ലെയേഴ്സ് കാണാൻ സാധിക്കും. എന്നാൽ അത് ഓരോന്നായി പൊളിച്ചെടുത്താൽ അതിനുള്ളിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെയാണ് ടോർ ബ്രൗസർ. സോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് എന്തിനാണെന്നും അതിനെ അമേരിക്കൻ ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തത് എന്താണെന്നും. എന്തെന്നാൽ ഈ ടോർ ബ്രൗസർ കണ്ടുപിടിച്ചത് തന്നെ അവരാണ്. ഗവൺമെന്റിന്റെ സീക്രട്ട് ഏജൻസിന് സീക്രട്ടായി ഇൻഫർമേഷൻസ് കൈമാറാൻ ഒരു മീഡിയം വേണമായിരുന്നു. അതിനുവേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗമാണ് ടോർ ബ്രൗസർ. ടോർ ബ്രൗസറിൽ നിരവധി ആളുകളുണ്ട്. അതിൽ തന്നെ ആരെന്നറിയാത്ത കുറ്റം ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനായി ഒരുപാട് സീക്രട്ട് ഏജൻസുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ടോർ ബ്രൗസർ ജനങ്ങളിലേക്ക് ഓപ്പണായി തുറന്നുവിട്ടു. എന്നാൽ അപ്പോൾ അവർക്കറിയില്ലായിരുന്നു അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രൈം മീഡിയമായി മാറുമെന്ന്. അന്നു മുതൽ ഫേക്ക് പാസ്പോർട്ട്, ഫേക്ക് സർട്ടിഫിക്കറ്റ്, ഡ്രഗ്സ്, ഗൺസ് എന്നിങ്ങനെ ഡാർക്ക് വെബ് ഇന്റർനെറ്റിന്റെ ഒരു അണ്ടർവേൾഡായി മാറി. ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലാപ്ടോപ്പിന്റെയും സ്മാർട്ട് ഫോണിന്റെയും ഫ്രണ്ട് ക്യാമറ ഹാക്ക് ചെയ്ത് അത് ഉപയോഗിക്കുന്നവരെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വാച്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ അത് ഉപയോഗിക്കുന്നവർക്ക് ഈ കാര്യം അറിയാനും സാധിക്കില്ല. സോ ഇടയ്ക്കിടയ്ക്ക് ഇന്റർനെറ്റിന് സ്പീഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പോലെ അത് സേഫ് ആണോ എന്നും ചെക്ക് ചെയ്യുക.